ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മറിഞ്ഞിരിക്കുന്ന ആ ശത്രു ആരാന്ന് നോക്കാനും അവരിപ്പോഴും നിങ്ങളോട് എന്തിനാണ് ഇങ്ങനെ ദേഷ്യഭാവം വയ്ക്കുന്നത് നോക്കാനാണ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവർ എങ്ങനെയെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഒട്ടും തന്നെ ഇല്ലാത്തവരാണ്. ഇവർക്ക് എപ്പോഴും ഒരു ടീം വേണം. ടീം ഉണ്ടെങ്കിൽ ഇവർ വലിയ ശക്തിശാലികളാണ് എന്ന് കാണിക്കും. പക്ഷേ ഒരാളും ഇവരെ സപ്പോർട്ട് ചെയ്യില്ല എങ്കിൽ ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത ആളായിട്ട് ശക്തിഹീനരായിട്ടാണ് ഇവരെ കാണാൻ സാധിക്കുന്നത്. ഇവർ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. അത്രത്തോളം കോൺഫിഡൻസ് ഇല്ലാത്തവരാണ് ഒറ്റയ്ക്കാകുമ്പോൾ. ഇനി ഇവരുടെ സംസാര രീതി ആവട്ടെ, നല്ല രീതിയിലുള്ള സംസാര രീതിയല്ല ഇവരുടേത്. ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ഇവർ കണ്ണിൽ നോക്കി സംസാരിക്കത്തില്ല നിങ്ങളോട്. വേറെ എവിടെയെങ്കിലും നോക്കിയായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ കൂട്ടത്തിൽ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കും. അതായത് ഒരു കപടമായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ കൂട്ടത്തിലുള്ള മിക്കവാറും പേർക്കും ഇവരുടെ വ്യക്തിത്വം അറിയാം. അതായത് കോൺഫിഡൻസ് ഒട്ടും തന്നെ ഇല്ലാത്ത ആൾക്കാരാണിവരെന്ന്. അതായത് ഹെൽപ്ലെസ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെ ദൈവം ഇവരുടെ നേരെ ന്യായം ഒരിക്കലും ചെയ്യുകയുമില്ല. ഇവിടെ ഇവർക്ക് കർമ്മ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ ഓരോന്ന് പ്രവർത്തിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കർമ്മമാണ് ഇവർക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ആ ആൾക്കാർ പോലും ഇവരെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ പിന്നെ ഇവരുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതായത് കുറേ ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലാതെ ഇവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനൊരു അവസ്ഥ. ഇവർക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് പറയത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കൂടെ ആയിരിക്കും പറയണത്. ഇങ്ങനെ ആയിട്ട് പോലും എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ വളരെ ലൗഡായിട്ട് ഉറച്ചായിരിക്കും പറയണവർ. ഇത് നോർമലായിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷേ ലൗഡായിട്ടേ പറയത്തുള്ളൂ. ഇവരുടെ ആ ഒരു ബിഹേവിയർ വളരെ വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയറാണ്. അതായത് ഇവർ വളരെ ബലഹീനരാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർ സാഹസികരാണ് എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ചതിയനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ആരെയും ചതിക്കാൻ ഒരു മടിയുമില്ല. അതായത് എന്ത് രീതിയിലും കള്ളം പറയാൻ ഇവരെ കഴിഞ്ഞ് ബാക്കി ആരും ഉള്ളൂ. അത്ര രീതിയിലാണ് കള്ളം പറയുന്നത്. മറ്റൊരു വ്യക്തിയുടെ സക്സസ് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് മോശം തോന്നും. അവർക്ക് എന്തോ അങ്ങനെ സക്സസ് കിട്ടിയത്, എനിക്ക് എന്തുകൊണ്ട് കിട്ടില്ല. അപ്പോൾ അസൂയയും അഹങ്കാരവും എല്ലാം ഇവർക്കുണ്ട്. ഒരു വ്യക്തി ലൈഫിൽ മുന്നോട്ട് പോയി വിജയിക്കുകയാണെങ്കിൽ ഇവർക്കത് ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. ഇവർക്കത് കാണുമ്പോൾ ദേഷ്യം വരും. ആരെങ്കിലും നിങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത് ഇവർക്ക് ഇഷ്ടമില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സക്സസ് ലഭിക്കുന്നെങ്കിൽ അതും ഇവർക്ക് ഇഷ്ടമില്ല. ഇവർ ആഗ്രഹിക്കുന്നത് ആരും ഇവർക്ക് മുന്നിൽ പോവരുത് എന്നാണ്. എല്ലാവരും ഇവരുടെ കീഴിൽ കിടക്കുന്ന. ഇവർക്ക് എപ്പോഴും ക്രെഡിറ്റ് കിട്ടണം, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്ക് ഒരിക്കലും ക്രെഡിറ്റ് കിട്ടാൻ പാടില്ല. എന്തെങ്കിലും ചെറിയ കാര്യത്തിന് പോലും ഇവരെ ആരെങ്കിലും പോഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ ഇവർ അങ്ങോട്ട് പറയും, ഈ കാര്യം ഞാനാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ. ഇവിടെ കുടുംബത്തിലുള്ളവർക്കും ഇവരുടെ ആ ഒരു സ്വഭാവം മനസ്സിലായി. അപ്പോൾ കുറച്ച് സമയത്ത് ഈ കുടുംബത്തിലുള്ളവരും എല്ലാവരും ഇവരെ കൂടെ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇവരുടെ സ്വഭാവം മനസ്സിലാക്കി വിട്ടിട്ട് പോകും. അപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇവർ ചെയ്ത തെറ്റ് എന്തൊക്കെയായിരുന്നു എന്ന്. കാരണം ആൾക്കാർ പതുക്കെ പതുക്കെ ഇവരിൽ നിന്ന് ഡിസ്റ്റൻസ് വയ്ക്കും, കാരണം ഇവരുടെ സ്വഭാവം ഇതാണെന്ന് മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുണ്ട്, ഭയങ്കരമായിട്ട് കള്ളം പറയുന്ന ഒരു വ്യക്തി. ഇവർ സ്വയം ഇവരെ പറയുന്നത് ഗ്രൗണ്ടഡ് എനർജിയിലുള്ള ആളാണെന്ന്. പക്ഷെ ഇവർ ഒട്ടും തന്നെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആളല്ല. പക്ഷാപാതം പറയുന്നത് ഇവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല. അതായത് ഇവർ പറയുകയാണ് ആരോടും ഒരു പക്ഷാപാതം പറയാൻ പാടില്ല, ആരോടും കള്ളം പറയാൻ പാടില്ല എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യം ഇവർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. വളരെ മോശമുള്ള ശബ്ദമാണ് ഇവരുടെ വായിൽ നിന്ന് വീഴുന്നത്. പക്ഷാപാതം നല്ല രീതിയിൽ ഇവർ ചെയ്യുന്നുണ്ട്, കള്ളവും പറയുന്നുണ്ട്. ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ്. അതായത് ഇല്ല, എനിക്ക് ഹെൽപ്പ് വേണ്ട, വീണ്ടും ചോദിക്കും എനിക്ക് ഹെൽപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ ഹെൽപ്പ് വാങ്ങിക്കുന്ന സ്വഭാവം, അതാണ് ഇവരുടെ സ്വഭാവം. അതായത് പറഞ്ഞ് 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 അവരെ കൊണ്ട് ഹെൽപ്പ് ചെയ്യിപ്പിക്കുന്ന സ്വഭാവം. സമയം വരുമ്പോൾ ഈ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ തിരിച്ച് പറയുകയും ചെയ്യും, ഇവർ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞോ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളല്ലേ ഇങ്ങോട്ട് ചോദിച്ച് ഹെൽപ്പ് വാങ്ങിച്ചത് എന്ന് പറയും. അങ്ങനൊരു സ്വഭാവം. അതായത് നമ്മൾ കാണിച്ചതിന് നന്ദി പോലും നമുക്ക് തിരിച്ച് പറയാതെ അതിനും കുറ്റമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് തിരികെ. അപ്പോൾ ഈ ഹെൽപ്പ് ചെയ്ത വ്യക്തിക്ക് മനസ്സിലാവും ഈ വ്യക്തി എങ്ങനെയുള്ള ആളാണ് എന്ന്. അങ്ങനെ അവർക്ക് ഇവരോടൊരു ഡിസ്റ്റൻസ് ഉണ്ടാകും, കാരണം ഇവരുടെ സ്വഭാവം മനസ്സിലായല്ലോ. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ സഹായം കൈപ്പറ്റിയാൽ നമുക്ക് അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു നന്ദിയെങ്കിലും എപ്പോഴും ഉണ്ടാകുമല്ലോ. എപ്പോഴെങ്കിലും നമുക്കും ഇതേപോലെ ആ വ്യക്തിയെ സഹായിക്കാൻ പറ്റണേ എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ വ്യക്തിക്ക് അതൊന്നും തന്നെ ഇല്ല.
ഇങ്ങോട്ടെല്ലാം കിട്ടണം, അങ്ങോട്ടൊന്നും തന്നെ ഇല്ല. ഇവിടെ എത്രത്തോളം പ്രാവശ്യം നിങ്ങൾ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് തിരിച്ച് ലഭിച്ചത് പരിഹാസം മാത്രമാണ്. അല്ലാതെ ഇവരുടെ ഭാഗത്തുനിന്ന് നന്ദി വാക്കോ ഒന്നും തന്നെ ലഭിച്ചില്ല. ചില ആൾക്കാർ ഇങ്ങനെയാണ്, നമ്മൾ പാവം കരുതി ഹെൽപ്പ് ചെയ്യും, പക്ഷെ തിരിച്ച് അവർ ശത്രുക്കളുടെ ഭാവമാണ് നമ്മളോട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നിപ്പോകും, ദൈവമേ നമ്മൾ എന്തിനാ ഇവരെ ഹെൽപ്പ് ചെയ്തത് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഈ വ്യക്തി. ഇവിടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണിത്. എപ്പോൾ ദേഷ്യം വരും, എപ്പോൾ എന്ത് ചെയ്യുന്നു ആർക്കും പറയാൻ പറ്റില്ല. ആ രീതിയിലുള്ള സ്വഭാവം, എനി ടൈം ദേഷ്യം, ആ ഒരു സ്വഭാവമാണ് ഇവരുടേത്. ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം അല്ല ഇവരുടേത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ആൾക്കാർ ഇവരുടെ ചുറ്റിലുമുണ്ട്. ഇവരുടെ കയ്യിലെ പൈസ കണ്ടിട്ടാണോ പവർ കണ്ടിട്ടാണോ എന്നറിയത്തില്ല, കുറച്ച് ആൾക്കാർ ഇവരുടെ ചുറ്റിലുമുണ്ട്. അതിൻ്റെ ആ ഒരു അഹങ്കാരമാണ് ഇവർ കാണിക്കുന്നത് മറ്റുള്ളവരോട്. പഴയതുപോലെ കുറേ ആൾക്കാരൊന്നും ഇപ്പോൾ ഇല്ല. കുറച്ച് ആൾക്കാർ ഇവരുടെ ആ ഒരു പവർ കണ്ടിട്ട് ഇവരുടെ കൂടെ ഉണ്ട്. പൈസ ഒത്തിരി ഇവരുടെ കയ്യിലുണ്ട്, ക്യാഷിൻ്റെ കുറവൊന്നും ഇവർക്കില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഹങ്കാരമായിരിക്കാം ഇവർ ഈ കാണിക്കുന്നത്. ഒരു പൈസ എനിക്ക് തോന്നുന്നില്ല ഇവരുടെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ് എന്ന് തോന്നുന്നില്ല. ഒരു വ്യക്തി ഗ്രൗണ്ടഡ് അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന പൈസയും മറ്റൊരാളുടെ അധ്വാനത്തിൻ്റെ ഫലമായിരിക്കും. അതായത് ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന പൈസ അവരുടെ സ്വന്തം അധ്വാനത്തിൻ്റെ അല്ല എങ്കിൽ അവർ ഭയങ്കരമായിട്ട് അഹങ്കാരം വരും. മറിച്ച് സ്വന്തം അധ്വാനത്തിൻ്റെ പൈസയാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ഒരിക്കലും അഹങ്കാരം വരത്തില്ല. കാരണം ആ വ്യക്തി അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. ഇവിടെ നിങ്ങൾക്ക് പൈതൃകമായി കിട്ടിയ എന്തെങ്കിലും ഭൂസ്വത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അഹങ്കാരം കാണിക്കുമോ? ചില ആൾക്കാർ കാണിക്കുമായിരിക്കും, പക്ഷേ പൂർണ്ണമായിട്ടും ആൾക്കാർ അങ്ങനെ കാണിക്കത്തില്ല. കാരണം അത് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യത്തിന് ഉപകരിച്ചു, അതുകൊണ്ട് നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കും. ചില ആൾക്കാർ അതിൻ്റെ അഹങ്കാരം കാണിക്കുമായിരിക്കും, കാരണം അവർക്ക് അധ്വാനിക്കാതെ കിട്ടിയ ഭൂസ്വത്വമല്ലേ. അപ്പോൾ അവർക്ക് ഇഷ്ടത്തിന് അവർക്ക് ആ പൈസ കൊണ്ട് എന്തൊക്കെ ചെയ്യാം അതിൻ്റെ ആ ഒരു അഹങ്കാരം അവർ കാണിക്കും. ചില ആൾക്കാർ അങ്ങനെയാണ്, വിചാരിക്കാതെ എന്തെങ്കിലും കാര്യം നമ്മുടെ കയ്യിൽ വരുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അഹങ്കാരം വരും. നമ്മൾ അധ്വാനിക്കുന്നതല്ലല്ലോ അത്. അപ്പോൾ ഈ വ്യക്തിയും അങ്ങനൊരു വ്യക്തിയാണ്. അതായത് ആൾക്കാരുടെ മുന്നിൽ ഷോ ഓഫ് ചെയ്യുക, എനിക്ക് ഇന്നതുണ്ട്, എനിക്ക് അതുണ്ട്, ഇതുണ്ട്, അങ്ങനെ. എല്ലാവരുടെ കൂടെയും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല, പക്ഷേ ചില ആൾക്കാർ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇവരുടെ പൂർവ്വമായിട്ട് കിട്ടിയ എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ അതിൻ്റെ അഹങ്കാരം ഇവർക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവർക്ക് ഏറ്റവും വലിയൊരു കുറവെന്ന് പറയുന്ന മനുഷ്യത്വം ഇല്ല. ഇവർക്ക് മനുഷ്യത്വം വളരെ കുറവാണ്. അതായത് ഏതെങ്കിലും ജീവി ഇവരുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഇവർ ആഹാരം കൊടുക്കാൻ കുറച്ച് മടിക്കും. കാരണം കുറച്ച് നെഗറ്റീവ് എനർജി ഉള്ള ആളാണിവർ. ബൈ ചാൻസ് ഏതെങ്കിലും വ്യക്തി ഇവരെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു പോയാൽ അവരോടും വളരെ മോശമായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നവർ. ഇനി ആ വ്യക്തി ഇനി ഒരിക്കലും ഇവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ച് പോകത്തില്ല. ആ രീതിയിലായിരിക്കും നാണം കെടുത്തുന്നത്. ഇവിടെ സ്വയം ഇവർ ഒത്തിരി നെയിം ഫെയിം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് എല്ലാവരും ഇവരെ പുകഴ്ത്തി പറയണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് എല്ലാവരും ഇവരെ പുകഴ്ത്തി പറയണം. വീടിൻ്റെ അടുത്തുള്ളവരെയോ ഇവരുടെ കുടുംബത്തിലുള്ളവരെയോ ആരെയും പുകഴ്ത്തി പറയാൻ പാടില്ല. അതായത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരെ ആരും പുകഴ്ത്തി പറയാൻ പാടില്ല. അതിലൊരാളാണ് നിങ്ങൾ. അതായത് എന്തെങ്കിലും ഒരു കാര്യം പ്രാപ്തമാക്കണമെങ്കിൽ അത് മറ്റുള്ള ആളുടെ കയ്യിൽ നിന്ന് എടുത്തതായിരിക്കും, അല്ലാതെ ഇവരുടേതായ ഒന്നും ആയിരിക്കത്തില്ല. ഇവർക്ക് കർമ്മ അനുഭവിക്കേണ്ടി വരുമെന്നറിയാം, എന്നിട്ടും ഇവർ ഇഗ്നോർ ചെയ്ത് ഈ വീണ്ടും മോശം പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇഗ്നോർ ചെയ്ത് വലിയ ഒരു കർമ്മഫലം ഇവർക്ക് ലാസ്റ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ എത്ര തന്നെ മറയ്ക്കാൻ ശ്രമിച്ചാലും ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് ഉറപ്പായിട്ടും അനുഭവിക്കേണ്ടി തന്നെ വരും ഇവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം. പിന്നെ ഒരാളുടെ കുറ്റവും കുറവും അവരോട് നേരിട്ട് പറയാതെ അവരറിയാതെ മറ്റുള്ളവരോട് പറയുന്ന സ്വഭാവം അത് ഇവർക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നേരിട്ട് അവരോട് മൂത്തോക്കി പറഞ്ഞ് അവർ ചോദിക്കത്തില്ലേ, എന്തിന് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, അതിൻ്റെ റീസൺ പറയത്തില്ല. അതുകൊണ്ടാണ് അവരോട് നേരിട്ട് പറയാതെ മറ്റുള്ളവരോട് പറയുന്ന അവരുടെ കുറ്റം. അതായത് ഒരു റീസണും കാണത്തില്ല, വെറുതെ ആരെങ്കിലും കുറ്റം അങ്ങ് പറയുന്ന സ്വഭാവം. ഒരാളുടെ ഇമേജ് തകർക്കാൻ വേണ്ടി ഇവർ തന്നെ ഓരോന്ന് കൽപ്പിച്ച് പറയുന്ന സ്വഭാവം. ഇവിടെ ഓരോ ആൾക്കാരെയും കുറിച്ച് ഓരോ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷെ ഇവരുടെ ആ ഒരു സംസാരം മിക്കവാറും ആൾക്കാർക്കും അറിയാം. അതുകൊണ്ട് ഇവരുടെ ആ ഒരു വാക്കുകൾക്ക് മിക്കവാറും പേരും വാല്യൂ കൊടുക്കുന്നില്ല. പിന്നെ 1, 2, 3 ആൾക്കാരുണ്ട് ഇവർക്ക് വാല്യൂ കൊടുക്കുന്നത്.
അവർ മാത്രമേ ഇവർ പറയുന്നത് ശരിവയ്ക്കത്തുള്ളൂ. ഇവിടെ മിക്കവാറും ആൾക്കാർക്ക് ഇവരുടെ സ്വഭാവം എന്തെന്നറിയാം. അപ്പോൾ ആൾക്കാരും ഇവരെ ജഡ്ജ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം മറ്റുള്ളവരെക്കുറിച്ച് വളരെ മോശം രീതിയിൽ തരം താഴ്ത്തി പറയുന്ന ആൾക്കാർക്ക് അവരുടെ ആ ഒരു ചിന്താഗതിക്ക് നല്ലൊരു വ്യക്തി ഒരിക്കലും വാല്യൂ കൊടുക്കത്തില്ല. നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് ഒന്ന് നിർത്തി നോക്കൂ, പിന്നെ ഇവർ പറയുന്നത് നിർത്തുന്നതാണ്. കാരണം നിങ്ങൾ എത്രത്തോളം റിയാക്ട് ചെയ്യുമോ അത്രത്തോളം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ റിയാക്ട് ചെയ്ത് നിർത്തി നോക്കൂ, അപ്പോൾ ഇവർക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വരും. പക്ഷേ നിങ്ങൾ റിയാക്ട് ചെയ്യാതിരുന്നാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഒരു ആക്രോശ ഭാവത്തോടു കൂടെ ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്, ദേഷ്യത്തിൽ. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ഷോപ്പിംഗ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ ഇവരുടെ ദേഷ്യം കാണണം. അപ്പോൾ ഇവർക്ക് ദേഷ്യം വരും, ഇതെങ്ങനെ സാധിച്ചു, ഇവരേൽ എവിടെ നിന്നാണ് ഇത്രയും പൈസ വന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. ചെറിയ ഒരു ഫ്ലിപ്കാർട്ടോ മീഷോയോ ആരെങ്കിലും വന്നാൽ പോലും ഇവർ ഇങ്ങനെ നോക്കും, എന്താ നിങ്ങൾ സാധനം വാങ്ങിക്കുന്നതെന്നൊക്കെ. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവരെ ഹൈഡാക്കി ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. കാരണം ഇവർക്ക് എന്തെങ്കിലും അറിയാൻ പറ്റിയാൽ പിന്നെ ഇവർ അതിൻ്റെ ദേഷ്യം നിങ്ങളോട് തീർക്കും. കാരണം നിങ്ങളുടെ സന്തോഷം അവർക്കൊട്ടും പറ്റത്തില്ല. വീട്ടിൻ്റെ പുറത്ത് രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും മോശമുള്ള സാധനങ്ങൾ കൊണ്ട് വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ഇവർക്ക് ഉണ്ട്. അതായത് രാവിലെ നിങ്ങളുടെ മൂഡ് മോശമാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ സന്തോഷം എങ്ങനെയെങ്കിലും തകർക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇവരറിയാതെ പല സന്തോഷങ്ങളും ഒളിച്ച് എൻജോയ് ചെയ്യേണ്ട അവസ്ഥയാണ് നിങ്ങൾക്ക്. ഈ വ്യക്തി നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല കുറേ ആൾക്കാരുടെ വീട്ടിൽ കണ്ണ് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മേൽ എന്തെങ്കിലും ആരോപണം വയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ഡീറ്റെയിൽസ് ശേഖരിക്കാമോ അതെല്ലാം ശേഖരിക്കും. ഈ വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ന്യൂസ് അറിയും, എന്നിട്ട് ആ ന്യൂസിനെ എല്ലാവരെയും അറിയിക്കാൻ ശ്രമിക്കും. ആ വ്യക്തി ഇങ്ങനെയാണ്, അങ്ങനെ സമൂഹത്തിൽ മോശക്കാരാക്കുക, അതാണ് ഇവരുടെ സ്വഭാവം. ഇവരുടെ കൂട്ടത്തിലുള്ളവരും ഇങ്ങനത്തെ ആൾക്കാരാണ്, മറ്റുള്ളവരുടെ മോശം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ. ഇങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ടോപ്പിക്ക് ആവശ്യമായിരിക്കും, ഇവർ അപ്പോൾ ഒരു ടോപ്പിക്ക് കൊടുക്കും, പിന്നെ അത് മതി ചർച്ചാ വിഷയം. അപ്പോൾ ഈ വ്യക്തി ഒരു കാര്യം അറിയുന്നില്ല, ഈ വ്യക്തിയുടെ കൂടെ തന്നെ മറ്റുള്ളവരുടെ കർമ്മയും ഈ വ്യക്തി മോശമാക്കുകയാണ് എന്ന്. ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് ഇവരെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഈ വ്യക്തിക്ക് ഒരു കർമ്മയും റിട്ടേൺ ആകുന്നില്ല, ഇവർ നല്ലതായ രീതിയിൽ തന്നെ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ്. ഇവിടെ ഇവർക്ക് ഇവരുടെ ലൈഫിനെ കുറിച്ച് ഒരു വാല്യൂ ഇല്ല, മറ്റുള്ളവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നു അതിനാണ് ഇവർ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ സമയവും മാറുന്നതനുസരിച്ച് ഇവർക്ക് ഇവരുടെ ആ ഒരു വലിയ കർമ്മത്തിൻ്റെ ഫലം ഉറപ്പായിട്ടും ലഭിക്കും, ചിലപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടാകും, പക്ഷെ നമുക്ക് കാണാൻ സാധിക്കാത്തതായിരിക്കാം. സ്വയം ഇവർക്ക് മഹത്വം കൊടുക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇവർ മഹത്വം കൊടുക്കുന്നത്? ഒരു ഷീൽഡ് പുറമേ വച്ച് പെരുമാറുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അതായത് മുഖംമൂടിയിട്ടുള്ള ഒരു പെരുമാറ്റം. ഇവർ ഒരു കാര്യം ആലോചിക്കുന്നില്ല, ഒരു സമയം പോയാൽ പിന്നെ അത് തിരികെ വരത്തില്ല. ഇവരുടെ നല്ല സമയമെല്ലാം ഇവർ മോശം കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി എത്രത്തോളം സമയം മോശമാക്കാമോ അത്രത്തോളം സമയം മോശമാക്കിക്കൊള്ളട്ടെ, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവരുടെ വിലപ്പെട്ട സമയമല്ലേ നിങ്ങളുടെ കാര്യത്തിൽ ഇവർ കളയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കി. ഇവിടെ ഇങ്ങനെയുള്ളവരിൽ നിന്ന് കുറച്ചൊന്ന് ശ്രദ്ധാലു ആവുക, കുറച്ച് അവെയർ ആവുക. കാരണം എപ്പോൾ എന്ത് ഈ വ്യക്തി ചെയ്യുന്നു നമുക്ക് അറിയാൻ പറ്റത്തില്ല, അതൊന്ന് കുറച്ച് അവെയർ ആവുക, ശ്രദ്ധാലു ആവുക. പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു ന്യായം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നും വിശ്വസിക്കുക. ഇത് ഞാൻ ഒരിക്കലും നിങ്ങളിവരെ പേടിക്കണ്ട എന്ന് പറയുന്നില്ല, അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഞാൻ ഒന്ന് ശ്രദ്ധാലു ആവാൻ പറഞ്ഞത് ഇവരുടെ കാര്യത്തിൽ. കാരണം ഈ വ്യക്തി നിങ്ങൾ അറിയാമല്ലോ എങ്ങനത്തെ ആളാണ് എന്ന്. കാരണം ഇവരുടെ ആ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്, മറ്റുള്ളവരുടെ ആ ഒരു ജീവിതം കാണുമ്പോൾ ഇവരുടെ ദേഷ്യം എന്ന് പറയുന്നത് ലിമിറ്റിനപ്പുറമാണ് നിങ്ങളോടുള്ള. അതുകൊണ്ടാണ് കുറച്ച് ഞാൻ ഇവരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അതായത് ഒരു വ്യക്തിയോട് ബൗണ്ടറിക്ക് അപ്പുറം പോയി ഒരു ദേഷ്യഭാവം വയ്ക്കുന്ന സ്വഭാവമില്ല, അതാണ് ഇവരുടെ സ്വഭാവം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലത്തേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിയുമ്പോൾ ഇവർക്കും അതേ സെയിം സാധനം വേണം എന്നുള്ള രീതിയിൽ ഇവരും പർച്ചേസ് ചെയ്ത് ആ ഒരു സാധനം, അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളോടൊരു കോമ്പറ്റീഷൻ ഭാവമാണ് ഇവർ വയ്ക്കുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവർ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ഒട്ടും തന്നെ സ്വസ്ഥരല്ല, ഭയങ്കരമായിട്ട് അസ്വസ്ഥരാണിവർ.
ഇവർക്ക് മറ്റുള്ളവരുടെ സ്നേഹബന്ധം നല്ലതായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിലും ഒരു കണ്ണുണ്ട്. അവർ എപ്പോഴും വഴക്കുണ്ടാക്കണം, വിഷമിച്ചിരിക്കണം, ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ പാടില്ല. അതിലും കണ്ണുണ്ട്. ആൾക്കാരുടെ റിലേഷൻഷിപ്പിലും കണ്ണുണ്ട് ഇവരുടെ. നിങ്ങൾ വളരെ സൗമ്യമായിട്ട് ലളിതമായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഗോസിപ്പ് പറയുന്നതോ 4 ആൾ കൂടി സംസാരിക്കുന്നതോ നിങ്ങൾക്ക് ഇഷ്ടമില്ല. എത്രത്തോളം ജോലി അത്രത്തോളം സംസാരം, അത്രമാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ഒരു കാര്യം അവർക്ക് ഒട്ടും ഇഷ്ടമല്ല നിങ്ങളുടെ. അതായത് അധികം സംസാരിക്കാതെ എത്രത്തോളം വർക്ക് ചെയ്യുമോ അത്രത്തോളം വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഈ ഒരു സ്വഭാവം, ഗോസിപ്പൊന്നും പറയാത്ത സ്വഭാവം ഒട്ടും അവർക്ക് ഇഷ്ടമില്ല. അവർ നിങ്ങളെയും അവരെ പോലെ ആക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ കോപ്പി ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്കറിയില്ലായിരിക്കാം, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം, നിങ്ങൾ സംസാരിക്കുന്ന രീതി, അതെല്ലാം ഇവർ കോപ്പി ചെയ്യുന്നു. നിങ്ങളുടെ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവർ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് ഈ ഒരു കാര്യങ്ങളെ എല്ലാം കോപ്പി ചെയ്യുകയാണിവർ. നിങ്ങളെയും ഇവരെയും അറിയുന്ന ചില ആൾക്കാർ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഈ വ്യക്തി നിങ്ങളെ കോപ്പി ചെയ്യുകയാണ് എന്ന്. നിങ്ങളിൽ എന്തോ നല്ല ഗുണമുണ്ട്, അതുകൊണ്ടാണ് ആൾക്കാർ നിങ്ങളെ കോപ്പി ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ക്യാഷിൽ ഇവിടെ നല്ല കണ്ണുണ്ട്. നിങ്ങളുടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള സ്രോതസ് എങ്ങനെയെങ്കിലും ഇല്ലാതാവണം, ലോസ് ഉണ്ടാവണം നിങ്ങൾക്ക്. അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ആരൊക്കെയാണോ ഇവരെ സഹായിച്ചത് അവരെല്ലാം ഇവരുടെ ലിസ്റ്റിലുള്ളവരാണ്. അതായത് എങ്ങനെ അവരെ തകർക്കാം എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അതായത് ഇവരെ സഹായിച്ചവരെ പോലും ഇവർക്ക് ഒരു നന്ദി ഭാവമില്ല. സത്യം പറഞ്ഞാൽ ഇവർ സ്വാർത്ഥതായിട്ടുള്ള വ്യക്തിയാണ്. ഇവരുടെ കാര്യം നടക്കണം, അത് കഴിഞ്ഞ് ആ സഹായിച്ച വ്യക്തിയോട് നല്ല ഒരു ഭാവം വയ്ക്കുകയല്ല, മോശഭാവമാണ് വയ്ക്കുന്നത്. ഇവിടെ ആരൊക്കെയോ ആണോ ഇവരെ സഹായിച്ചത് അവർക്കൊക്കെ ഇവർ പണിയും കൊടുത്തിട്ടുണ്ട്. കാരണം അവരെല്ലാം നല്ല രീതിയിൽ ഇവർ ദ്രോഹിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരുടെ വീട്ടിലുള്ളവരെ പോലും ഇവർ ദ്രോഹിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരെ സഹായിച്ചവരെ മാത്രമല്ല, സ്വന്തം വീട്ടുകാരെ പോലും ഇവർ ദ്രോഹിച്ചിട്ടുണ്ട്. അതായത് ഒരു അവസരം കാത്തിരിക്കുന്ന വ്യക്തിയാണ്. എവിടുന്നാണോ ഒരു സഹായം ലഭിക്കുന്ന അവിടേക്ക് തന്നെ തിരിച്ച് എന്തെങ്കിലും മോശം ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തി ഒരു അവസരം വരുമ്പോൾ. ക്യാഷ് ഇവരുടെ കയ്യിൽ കൂടുതലായിട്ടുണ്ട്. ഇവരുടെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് കിട്ടിയ ക്യാഷ് അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഹൃദയവും മനസ്സും ഒട്ടും തന്നെ ബാലൻസിലല്ല ഉള്ളത്. ഇവർ ഭയങ്കരമായിട്ട് പൂജകളും പ്രാർത്ഥനകളും ചെയ്യുന്ന ആളാണ് എന്ന് മറ്റുള്ളവർ മുമ്പ് ഷോ കാണിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആളല്ല. ഇവരുടെ വസ്ത്രധാരണ രീതി പോലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. കാരണം ഇവരുടെ ഇഷ്ടമെന്ന് പറയുന്ന കുറച്ച് മോശം ആയിട്ടുള്ള ഇഷ്ടമാണ്. ഇവരുടെ കളറ് വേറെ രീതിയിലുള്ള കളറായിരിക്കും. അതായത് വ്യത്യസ്തമായിട്ടുള്ള കളറ്, സാധാരണ ഒരു വ്യക്തി ചൂസ് ചെയ്യുന്ന കളറായിരിക്കത്തില്ല അത്. ഇവർക്ക് ഓരോരുത്തിനും ഓരോ ഇഷ്ടമുണ്ട്. ഇവരുടെ ആഹാരം കഴിക്കുന്ന രീതി ആവട്ടെ, വസ്ത്രങ്ങളുടെ കളറായിക്കൊള്ളട്ടെ, എല്ലാത്തിനും ഓരോ വ്യത്യസ്തമായ ഇഷ്ടമുണ്ട്. ഇവർക്ക് തന്നെ സ്വയം അറിയത്തില്ല ഇവർക്ക് ഏത് കളറാണ് സൂട്ട് ആവുന്നത് എന്ന്. ഇവരുടെ കുടുംബത്തിലുള്ളവർക്കും അല്ലാത്തവർക്കും ഇവരെ നല്ല പോലെ മനസ്സിലായി കഴിഞ്ഞു ഇവർ ഇങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് മനസ്സിലായി ഈ വ്യക്തിയെക്കുറിച്ച്. ഇവിടെ കൂടുതലായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ആളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് നഷ്ടം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇവരുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിഷമം തന്നിട്ട് പിന്നെ ഇങ്ങനെയും കൂടെ കാണിക്കും, ഇതെല്ലാം ചെയ്തത് ഞാനാണ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്തോ എന്നുള്ള രീതിയിൽ. കാരണം അത്രമാത്രം ദേഷ്യമാണ് ഈ വ്യക്തി നിങ്ങളോട് വയ്ക്കുന്നത്. ഈ ഒരു വ്യക്തി കാരണം എന്തോ വലിയൊരു വിഷമം നിങ്ങൾ ഫേസ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്ന പാസ്റ്റിൽ. കൂടുതലായിട്ടും ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നിങ്ങൾ ഫേസ് ചെയ്തത് ഈ വ്യക്തി കാരണം. അതായത് ഈ വ്യക്തി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ സ്വയം തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ബ്ലെയിം നിങ്ങളുടെ മേലെ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയം അതിൽ നഷ്ടമുണ്ടായി. അതായത് ഇവരുടെ തെറ്റിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് നിങ്ങൾക്കാണ് നഷ്ടമുണ്ടായത്, ഇവർക്കല്ല. എന്നിട്ട് നിങ്ങളെ ഷോ ചെയ്യുക, ഞാനാണ് നിങ്ങൾക്ക് നഷ്ടം വരുത്തിയ ആള് എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട, നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടും ജസ്റ്റിസ് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ എത്രത്തോളം ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ലോസ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള ലോസ് ആയിരിക്കും ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരിക ഇനി അങ്ങോട്ട്. ഇവിടെ കുറേ ആൾക്കാർ ഇത് കണ്ടിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഇവരോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന്. പക്ഷെ അപ്പോഴൊന്നും ഇവർ അത് കേട്ടില്ല. പക്ഷേ എന്തായാലും നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കുക തന്നെ ചെയ്യും. ഈ വ്യക്തിക്ക് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും.
ഇവിടെ ഇവരുടെ ലൈഫിലെ പ്രീഷ്യസ് ഉള്ള ടൈം എല്ലാം ഇവർ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തെറ്റ് ചെയ്തിട്ട് ഇഗ്നോർ ചെയ്ത് പോവുകയാണ്. ചില സമയങ്ങളിൽ ഇവരുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്ക് ഉണ്ടായി ക്ലേശകരമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് വാക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ ഒരു കാലിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തോ ഒരു മുറിവോ അല്ലെങ്കിൽ എന്തോ ഒരു വീഴുന്ന എന്തെങ്കിലും ഒടിവോ ചതവോ എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരു കാലിന്. ഒന്നുകിൽ എന്തെങ്കിലും വലിയ ആക്സിഡൻറ്റ് ഉണ്ടായി കാണും, ഇല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ഈ ഒരു കാല് റിലേറ്റഡ് ആയിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തലയ്ക്ക് എപ്പോഴും ഒരു ഭാരമാണ്, തലവേദന എപ്പോഴും ഇവർക്കുണ്ട്. തലവേദന വന്നാൽ ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ തുണി എന്തെങ്കിലും കെട്ടിവെക്കും തലയിൽ, അങ്ങനെ സ്വഭാവമുണ്ട്. ഇവരുടെ ആ ഒരു കാലിൻ്റെ ആ ഒരു പാദമെന്ന് പറയുന്നത് നീളത്തിലുള്ള പാദമാണ്. ഇവിടെ ആരുടെയെങ്കിലും സന്തോഷം കാണുകയുണ്ടെങ്കിൽ എങ്ങനെ ആ സന്തോഷം തകർക്കാം, ഇതാണ് ഇവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റായിട്ട് എന്തോ ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെ കടന്നു വന്നവരാണിവർ. എന്തോ വലിയൊരു സംഭവം പാസ്റ്റിൽ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവം പല പ്രാവശ്യം ഇവർക്ക് വാണിംഗ് കൊടുത്തു, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ്. പക്ഷെ അതൊന്നും ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട് വന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന ഈ വ്യക്തിയെക്കുറിച്ച്. അപ്പോൾ ഇനിയൊരു പുതിയ റെഡിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.